നീ ഇവിടെ എടാ നിന്നെ നോക്കി എത്ര നേരം ഓടി ഇത്ര നീ മഴയെ തുടങ്ങിയാണ് ജോലി ചെയ്ത് ചായ പരിപ്പോടെ ആ കൂടി 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 ഇച്ചാമ്മനെ വിളിക്കാം കേട്ടാ ഒരു സ്ഥലം വരെ പോകണം ഓ ശരി 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 ഓക്കെ ആ എന്റെ പൊന്നു എന്ത് മഴയാണ് ഇത് മാറണില്ലല്ലോ ഇവിടെ ഒന്നും ഇരിക്കണ്ടായിരുന്നോ അറിഞ്ഞില്ലല്ലോ അറിയാൻ വേണ്ടി ഞാൻ കൂവാടി സാധാരണ വരുമ്പോ ഒരു കൂവലുള്ളതാണല്ലോ ആ കൂവല് കേട്ടില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്താ എനിക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് ഞാൻ മര്യാദ കിടങ്ങി ഇവിടെ ഇരിക്കല്ലേ ഞാൻ ഇവിടെ സ്കൂട്ടാവും കേട്ടാ നിങ്ങൾ സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ ആവും ഞാനെന്ത് വേണോ അമ്മ ഒന്നും അദ്ദേഹം അടുക്കള ഇഷ്ടം പോലെ പണിയുണ്ട് പാ മനസ്സില്ല വരെ പിടിച്ചാട്ടെ വേണേ ഓളെ എന്തോന്ന് വെച്ചാ എന്തോന്ന് ഇവിടെ എന്താ ജീവിക്കാൻ സമ്മതിക്കില്ലടേ മനസ്സമാനം തരലടേ അമ്മ എന്തോ കൊടുക്കേ എന്താണ് എന്താണ് അടുത്ത ഗോറം തികഞ്ഞ് ഞാനേ നിങ്ങളെ അന്വേഷിച്ച് വന്നതൊന്നുമല്ല നിങ്ങളെ അമ്മ എന്നെ വിളിച്ചിരുന്നു അപ്പൊ അതൊന്ന് പറഞ്ഞു വന്നി കണ്ടപ്പോ അത്രേ ഉള്ളൂ ഈ അമ്മയ്ക്ക് വേറെ പണിയില്ലേടേ അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ എവിടെ വിളിക്കാൻ എവിടെ വിളിക്കലെന്ന് എങ്ങനെയാ മരുമോൾ സ്നേഹം മരുമോളാണെങ്കിലാ സ്വന്തം വസ്തു പതുക്കി വെച്ചിട്ട് ഭർത്താവിന്റെ വസ്തു വിറ്റ് പുട്ടടിക്കാൻ വേണ്ടി നടക്കണം അവള് അയ്യോ നിങ്ങളെ വസ്തു കിട്ടിയിട്ട് എനിക്ക് മുട്ടടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാ എന്റെ പൈസ നിങ്ങൾ മുടിപ്പിച്ചിട്ടില്ലേ ആ പൈസ മൊത്തം തൂത്തുവാരി എടുത്തിട്ട് നിങ്ങളുടെ നെയ്യാറ്റിങ്ങനെ വസ്തു മൊത്തം എനിക്ക് മേടിക്കായിരുന്നു വ്യാജയുടെ വസ്തു നേരത്തെ താഴേക്ക് മൊത്തം വായിക്കായിരുന്നു എന്തോന്നാണ് ഈ വസ്തുവിന്റെ കേസൊക്കെ സസ്പെൻഡ് ചെയ്ത് വെച്ചാണല്ലോ ഇതപ്പോ പൊങ്ങി കുറച്ച് മുന്നേ അടുക്കളയിൽ കിടന്ന് വഴക്കുണ്ടാക്കിയത് രണ്ടും കൂടെ എനിക്കറിയാം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്റെ പൊന്ന് ദൈവമേ ഇവരുടെ രണ്ടുപേരുടെയും വസ്തു ഗവൺമെന്റ് കണ്ടുകിട്ടിയായിരുന്നു ഗവൺമെന്റ് കൊണ്ടുപോകും ഇവിടെ തന്തണ്ടല്ല പുറമ്പോക്ക് മൊത്തം കൈയടക്കി വെച്ചേക്കാണ് അത് മൊത്തം ഗവൺമെന്റ് കൊണ്ടുപോകും ആ അത് നെയ്യാറ്റിങ്ങനെ ചെന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റും ആരുടെയൊക്കെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അതിന് മാന്തികൾ ഇത്തിരി ആരെങ്കിലും അവിടെ നീങ്ങിയാൽ മതി അപ്പൊ തോന്നും മതിരി ഞാൻ ഡൗട്ട് വെച്ചോട്ടെ ഇത് എങ്ങനെ ഇങ്ങനെ കിടന്ന് അലപ്പാൻ പറ്റണം ഇത്ര ഒച്ചയില് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ച തൊണ്ട പൊട്ടി ചോര വരുമല്ല ഒന്ന് പതുക്കെ സംസാരിക്കാൻ പാടില്ല എന്തോന്നത് നിന്റെ തൊണ്ട കീറാണ്ട് നോക്കി ഇങ്ങനെ വലിച്ചു കീറുമ്പോ ഇങ്ങനെ പോയത് രണ്ടാളെ കൊണ്ട് ആ അതറിഞ്ഞൂടെ ഇവിടെ മാവേലിക്കൊരു കുഞ്ഞമ്മയുണ്ട് ആംപ്ലിഫയർ വിഴിക്കുന്നാണ് പറഞ്ഞത് തൊണ്ടക്കറി ഇത്ര കീറിപ്പോയി ഇപ്പൊ സിപ്പിട്ടൊക്കെ അച്ഛ ഒന്നും മിണ്ടായി അമ്മ ഇങ്ങ് വന്നേമേ ബാ തൽക്കാലം ഞാൻ പോണം ബാക്കി അവസരം പോലെ പറഞ്ഞു തരാം എടേ കൊണ്ടുപാടി കണ്ടിന്റെ മുമ്പേന്ന് ആ എങ്കി അതോടെ ബാലേന്ദ്രൻ തമ്മി തീർന്ന് അമ്മ ഒന്ന് വന്നേമേ അമ്മക്ക് പോകണ്ട അതാണ് അവള് പോകൂല എന്റെ ഒരു കൊമ്പ് ഓർക്കണം എന്റെ പൊന്നച്ഛ അമ്മ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞോളൂ നിങ്ങൾ പ്രേമിച്ച് എന്നെ കിട്ടിയത് അയ്യോ പ്രാപിച്ചേ അതല്ലേ ഞങ്ങളുടെ അനുഭവിക്കണം എന്താ പൊന്നോ അയ്യോ പ്രേമിച്ച കഥയൊന്നും പറയണ്ട സ്നേഹിച്ചേച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ കൊന്നോണ്ടിരിക്കുക ചാവാറായി വെച്ചാ അച്ഛാ അച്ഛന് കാര്യം പറഞ്ഞാ നീ എവിടെ റോട്ടി വെച്ച് ആരും ഒന്ന് പറഞ്ഞത് ഈ തലാക്ക് എന്താണ് ആര് പറഞ്ഞു അച്ഛാ ഒന്നുമില്ല ഏതോ ഒരു പ്രാന്തൻ എന്താണ്ടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയാൾ അഡ്രസ് ഒന്നും അറിയാൻ പാടില്ല നീ വന്നേ എന്നിട്ട് ഞാൻ തരാം വാ ഒന്നുമില്ല അച്ഛാ നീ ആരാ നോക്കിക്കൊണ്ടിരിക്കുന്നു ആരല്ല ആരെങ്കിലും പ്ലോട്ട് ഉണ്ടോ നോക്കുമായിരുന്നു നിനക്ക് പേടിയുണ്ടല്ലേ ഞാൻ എന്തിനാ പേടിക്കണേ ഇതിപ്പോ പട്ടാപ്പകലൊക്കെ എന്തിനാ പേടിക്കണ്ടേ ചെറിയൊരു പേടി അത്രേ ഉള്ളൂ എന്നാ ഞാനും വരാൻ കൂടാ വാ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പൊക്കോളാം നീ പിന്നെ എല്ലാ പ്രാവശ്യം വരണ്ടോ ഞാൻ പൊക്കോളാം ഞാനും വരാടി വേണ്ട ഞാൻ പൊക്കോളാം എന്നാ പിന്നെ പോയിട്ട് വാ നീ ഇവിടെ നിന്ന് നോക്കിയാ മതി അങ്ങോട്ട് പോകുമ്പോ അവിടെ പോയിട്ട് പഠിക്കണേ കാര്യം പറഞ്ഞോണ്ടിരിക്കരുത് ഓ ശരി സർ ബൈ ഓ ബൈ ആ ഇവിടെ ഇരിക്കായിരുന്ന നിന്റെ മുഖത്തെ കടുപ്പം മാറിയില്ലേ എനിക്കറിയാൻ കാര്യം നടന്നു എന്നെ വെറുതെ വിട്ടേക്ക് ഇനി ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ഓരോ ചർച്ച ഇങ്ങനെ കയറി പോകും വിട്ടേക്ക് ഞാൻ ഒരു ചർച്ചയ്ക്കും ഇല്ല എനിക്ക് വസ്തു വേണ്ട ഒന്നും വേണ്ട പിന്നെ പറയുമ്പോൾ എല്ലാം അങ്ങ് പറയും ഇത്രേ ഉള്ളൂ നമുക്കറിയാൻ പാലേ ഓരോരുത്തരുടെ മനസ്സിനെ കുറിച്ച് കുറെ കാലയിലേ കാണുന്നത് എന്താ സ്വഭാവം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം എനിക്കെല്ലാവരും അറിയാം എന്തിനാണ് വലിച്ച് നീട്ടിക്കൊണ്ട് പോകണമെന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഇതെന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാലേ ഇല്ല ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു പറയും ഇല്ല ഇതെന്റെ വീട്ടുകാരെ കുറിച്ച് മാത്രം പറഞ്ഞാണ് തന്നെ എനിക്ക് അങ്ങനെ തന്നെ അങ്ങ് വെച്ചോ എന്താണ് വസ്തുവിനെ കുറിച്ച് പറയുമ്പോ എനിക്കെന്തിനാ വസ്തു നമുക്ക് വസ്തുവിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മരിക്കും ഈ വസ്തുവൊക്കെ കൊണ്ടാണോ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും നിങ്ങളെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം ചേട്ടാ ഈ വസ്തുവിന്റെ പേരിലുള്ള തർക്കിതോടും കഴിഞ്ഞില്ലേ അവൾ ഇതുവരെ കളഞ്ഞ മക്കളെ അതല്ലേ മോന്തേ വീർപ്പിച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന വല്ലതിനും നിങ്ങളല്ലേ ഇങ്ങോട്ട് വന്നത് വഴക്കിടാനായിട്ട് നിന്റെ മോൻ കണ്ട് എനിക്കറിയാല്ലേ അതല്ലേ ഞാൻ വിഷയം എടുത്തിട്ടത് ഇനി ഇതിപ്പോ ഒരു വലിയ അടിയിൽ കലാശിക്കണം അതല്ലേ രണ്ടുപേർക്കും വേണ്ടത് അല്ല നിങ്ങൾക്ക് അറിയാല്ലേ ഞാൻ പഴയതുപോലെ ഇപ്പൊ വസ്തുവിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാറൊന്നുമില്ല എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കത്തേ ഉള്ളൂ മനസ്സിൽ കൊണ്ടിടുന്ന അറിയാല്ലേ അപ്പൊ പിന്നെ എഴുതി തരാനെന്ത്
കണ്ട 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 ഓരോന്ന് പുറത്തേക്ക് വരണണ്ട മനസ്സിൽ കിടക്കണേക്ക. ആ എല്ലാം അവിടെ കിടക്കിട്ട് കണ്ണ് നിറയിട്ട് രാമോൻ പറയും ഈ നിറവില്ലാത്ത കൂട്ടങ്ങളെ ഇടയിൽ ചെന്ന് കയറരുന്ന് കുണം പിടിക്കൂലെന്ന് പറയും. ഒരു കണക്കിന് രാഘാപ്പൂപ്പൻ പറയണത് കറക്റ്റാണ്. അപ്പൂപ്പന്റെ പറച്ചിലും പ്രവർത്തിയൊക്കെ ഒന്നാ. അതുകൊണ്ടല്ലേ രണ്ടുപേരുടെ പേരിൽ 50 സെന്റ് സ്ഥലം എഴുതി തന്നത്. എന്നിട്ട് എന്താന്ന് കാര്യം ഇപ്പഴത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അത് നോക്കിയിരിക്കുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾക്ക് നാളെ അത് പ്രയോജനപ്പെടും. എനിക്കൊരു 50 വയസ്സായാലും അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പ്രയോജനപ്പെടും. നിനക്ക് 50 വയസ്സ് നമ്മളെ കഴിച്ചങ്ങ് പോകും. അച്ഛൻ ഇത്രയും പ്രായമായിട്ട് അച്ഛൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കല്ലേ, അങ്ങനെ എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കും. ഇതിപ്പോ എവരുടെ അവസ്ഥ അതൊക്കെ തന്നെ. നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അല്ലാതെ ഈ വസ്തു കൊണ്ട് വല്ല ഗുണം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇല്ല മക്കളെ. ഇത് നമ്മുടെ തലമുറയിൽ ഏതെങ്കിലും ഒരുത്തൻ വിറ്റ് തൊലയ്ക്കും, ബാക്കി ഒന്നും വെച്ചേക്കില്ല, ഉറപ്പ്. ഞാൻ അന്നേ പറഞ്ഞതാ ആ വസ്തുവിന്റെ പേരിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാരെങ്കിലും നീ അങ്ങോട്ട് പോ ചെല്ലി. ഈ ലച്ചുനാണ് കൂടുതൽ ആക്രാന്ന് കേട്ട വസ്തുവിനെ കൊണ്ട്. നീലുവാ അത് തന്നെ എപ്പോക്കേലും വസ്തു എന്ന് പറയും. മതി ചായ വേണ? ഈ തുണിയൊക്കെ മടക്കി വെക്ക്, ചായ ഇട്ട് കൊടുക്കട്ടെ. എനിക്കുള്ള ആർത്തി എന്തായാലും എന്റെ തലയൊക്കെ വെച്ചെങ്കിൽ അവരുടെ വഴക്ക് തീർന്നല്ലോ, നന്നായി.